ജാസ്മിൻ എന്ന് പറഞ്ഞ ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഫേക്ക് ആണെന്ന് ഇങ്ങനെ തെളിഞ്ഞോണ്ടിരിക്കുക. നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ, ഒരു ട്രോൾ വീഡിയോ, നമ്മുടെ സീക്രട്ട് ഏജന്റ് സംസാരിച്ച ഒരു വീഡിയോ ട്രോൾ ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കാണാം. ഓക്കെ. ജാസ്മിന്റെ ഉപ്പാനെ ഇന്ന് ബേക്കറിയിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി എനിക്ക് മെസ്സേജ് അയച്ചു. ജാസ്മിൻ എങ്ങനെയുണ്ട് ബിഗ് ബോസ് വീട്? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. ഗബ്രി ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു. ലാസ്റ്റ് സ്റ്റേജിലോട്ട് വരേണ്ട ഒരു ഇതൊക്കെ ഫസ്റ്റ് തന്നെ ആവുന്ന എനിക്കൊരു തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിലൊരു പോക്കേ. ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയല്ലേ വന്നത്? അല്ല, അത് പിന്നെ ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് കളിക്കുന്നത്. ആണോ? ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോ. നിങ്ങളുടെ അച്ഛന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോ പെട്ടെന്ന് എന്തോ കൂടിയിട്ടാ. എനിക്കുള്ള ഇമോഷണൽ സപ്പോർട്ടാണ് നീ. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അത് നമുക്ക് കുറയ്ക്കണം. മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്? എന്ത് നിനക്ക് എന്നെക്കാൾ നല്ല പെണ്ണിന് കിട്ടുന്നു? ഏതായാലും പൗലോച്ചാനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. പട്ടണം പോയി ഫോട്ടോ കിട്ടി. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഗെയിം ചേഞ്ചർ ആയ ജാസ്മിന്റെ ഉപ്പ വിളിക്കുകയാണ്. ഞാൻ അപ്പോഴും ഇങ്ങനെ ചിന്തിച്ചെന്നറിയോ, ഉപ്പാക്ക് ബ്ലോക്ക് ഉണ്ട്, ഉപ്പ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയും, ഉപ്പനെ വിളിച്ച് പറയും. ഇന്നത്തെ സീസണില് ഡിംപിളിന്റെ അച്ഛൻ മരിച്ചു. അത് സീരിയസ് കോൾ ആയിരുന്നു. അത് അവര് പുറത്ത് കാണിക്കുകയും ചെയ്തു. ആ കോള് ഇതെന്തുകൊണ്ട് അവരാ കോള് പുറത്ത് കാണിക്കാൻ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ആ ഗെയിം കണ്ടറിയില്ലേ, നാട്ടുകാർ പൊട്ടന്മാരല്ലേ. അപ്പൊ തട്ടിപ്പാണല്ലേ? മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച്. ജാസ്മിന്റെ ഉപ്പാനെ ഇന്ന് ബേക്കറിയിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി എനിക്ക് മെസ്സേജ് അയച്ചു. എന്താ ഉറക്കം വരുന്നു. ജാസ്മിൻ ഫേക്ക് ആണെന്ന് ഇന്നാണ് BB+ കണ്ടത്. അപ്പൊ അതിൻ്റെ അകത്ത് അച്ഛന് സീരിയസ് ആയിട്ട് അത്രയും കരഞ്ഞ് ബഹളം വെച്ചിട്ട് ഇരുന്ന ഒരാള് പിന്നെ കുറെ നേരം ബാത്റൂമിൽ ചെന്നിരിക്കുന്നു, ഗബ്രിയുടെ അടുത്ത് എന്തൊക്കെയോ പറയുന്നു, സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് റോക്കിയോട്, ഡെവിനെ നീ റോക്കിയുടെ ആളല്ലേ, റോക്കിയോട് എനിക്ക് കുറച്ചുകൂടി ഇത് വന്നത് അപ്പോഴാണ്. അവള് വന്ന് കൈ കൊടുക്കുമ്പം ഇല്ല അത് നിന്റെ കളിയാണ് എന്ന് പറഞ്ഞിട്ട് കൈ മാറ്റിയിട്ട് കൈ കൊടുക്കാതെ, എന്നിട്ട് അവള് ചമ്മി. ഓക്കെ, ഇപ്പോഴത്തെ എപ്പിസോഡ്, ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അവൾ ഇങ്ങനെ ചത്ത പോലെ ഇരിക്കുകയാണ്. ആക്ടിങ് ആണ്. അല്ലാത്ത സമയം എല്ലാം സംസാരിക്കും. നമുക്ക് ഇന്നത് മാത്രമേ സംസാരിക്കാനുള്ളൂ കേട്ടാ. വേറെ എപ്പിസോഡ് വൈസ് ക്യാപ്റ്റൻസിയും ജയിൽ നോമിനേഷനും അങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ് തോന്നുന്നത്? അല്ലടാ, ഇതില് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംബന്ധിച്ചാൽ ജാസ്മിൻ അത് അഭിനയിക്കുകയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എപ്പോഴാണെന്നറിയാമോ? അതായത് ഈ ജയിൽ നോമിനേഷന് വേണ്ടി അവർ പോയില്ലേ, അതുവരെ അങ്ങനെ ഇരുന്ന് അവളുടെ പഴയ ക്യാരക്ടറിലേക്ക് അവൾ പോയി. കണ്ടോ, അർജുന ചെയ്തതും മറ്റു കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് അവളും ഗബ്രിയും സെയിം എന്തായിരുന്നു അവര് അത് ആ ലെവലിലേക്ക് പോയി. അതായത് ആ ഒരു ഇൻസ്റ്റൻസിൽ അവള് എല്ലാം വിട്ട് അവൾ പഴയ അവൾ എന്താണോ അതുപോലെ ആയി അവള്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ അവൾ അഭിനയിക്കുന്നതാണ്. അവള് സീരിയസ്ലി ആയിട്ടില്ല. അവൾക്ക് ഒരു ഭയം ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇന്റിമേഷൻ ഉറപ്പായിട്ട് അവളെ കിട്ടി കാണും. ദിസ് ഈസ് നോട്ട് ഹൗ യു ഷുഡ് ബി പ്ലേയിങ്. ആ ഒരു സംഭവം വെച്ചിട്ട് അവൾ ഗെയിം ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അതെ, അത്രയും നേരം ഈ ഗ്രൂപ്പിന്റെ ഇടയ്ക്ക് പറയുമ്പം ഒരു കാര്യം എടുത്തിട്ട് ആദ്യം തന്നെ അവൾ അങ്ങ് പറയുക. കാരണം അത് ബാക്കിയുള്ളവരുടെ ഡിസിഷനെ മേക്ക് ചെയ്യും, ജസ്റ്റ് സൈക്കോളജിക്കലി. കഴിഞ്ഞ എപ്പിസോഡ്, കഴിഞ്ഞ സീസണിൽ, അതിന് മുമ്പത്തെ സീസൺ, റോബിൻ രാധാകൃഷ്ണനൊക്കെ ഉള്ള സീസണിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയത്തില്ല, ഈ നോമിനേഷനൊക്കെ വരുന്ന സമയത്ത് ആ ഇരിക്കുന്ന സീറ്റിന്റെ അറ്റത്തിരിക്കാനായിട്ട് ഒരു അടി ഉണ്ടാവാറുണ്ട്. അതായത് അറ്റത്തിരിക്കുന്ന ആൾ ആദ്യമേ കയറി വന്ന് ഒരാളെ അങ്ങ് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല് പിടിച്ച് എല്ലാവരും അങ്ങേര് തന്നെ നോമിനേറ്റ് ചെയ്യും. അപ്പം ആ ഒരു രീതിയിൽ ആദ്യമേ കയറി, ഇപ്പം പലർക്കും ആ സമയത്താകുമ്പോഴത്തേക്ക് എന്ത് കാരണം വെച്ച് നോമിനേറ്റ് ചെയ്യണമെന്നൊന്നും അറിയാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി ഇങ്ങനെ ഒരു റീസൺ ഉണ്ടല്ലേ, പിന്നെ നമ്മളും അങ്ങനെ അങ്ങ് ചെയ്യാം, എന്തായാലും നമ്മൾ സേഫ് അല്ലേ. കൃത്യമായിട്ടുള്ള റീസൺ ഒന്നും ആർക്കും ഉണ്ടായില്ല. എനിക്കിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഒന്നും അല്ലായിരുന്നു. അല്ല, അതുകൊണ്ടാണ് ജാസ്മിന്റെ ഞാൻ ഇന്നലെ പ്ലസ് കണ്ടപ്പം ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കാണുമല്ലേ, അപ്പം ഇന്നലെ പ്ലസ് കണ്ടപ്പം എന്താ തോന്നി, ജാസ്മിൻ ഫേക്ക് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ട്രോളൊക്കെ കാണുന്നത്. കറക്റ്റ് ആണ് ഡെവിനെ. നോറ എന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കരച്ചിലല്ല എന്നുള്ള ഒരു സാധനം. അതെ, അത് കഴിഞ്ഞ് എപ്പിസോഡിനകത്തല്ലേ രണ്ടാമത് ഇന്ന് മോർണിംഗില് ജാസ്മിൻ നമ്മുടെ
റോക്കിയുടെ അടുത്ത് കഴിഞ്ഞപ്പോ റോക്കി പറഞ്ഞു, നിന്റെ വീട്ടുകാർക്ക് എന്ത് പറ്റിയാലും ഇവിടെ ആരുടെ വീട്ടുകാർക്കും എന്ത് പറ്റിയാലും എനിക്ക് എന്റെ മാറ്ററല്ല, എന്നെ ബാധിക്കുന്ന കേട്ടില്ല, അതുകൊണ്ട് നീ പാട് നോക്കി പറഞ്ഞു. നമ്മള് എനിക്ക് റോക്കിയെ അല്ലെങ്കിൽ റോക്കിയുടെ എന്തൊരു ഫേവറേറ്റ് അങ്ങനെ എഴുതുന്നതല്ല. ലൈവിലല്ല, എപ്പിസോഡില്. നിന്റെ വീട്ടുകാർക്ക് എന്ത് വന്നാലും ഇവിടെ ആരുടെ വീട്ടുകാർക്ക് വന്നാലും ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നേക്കണേ, എനിക്കതൊന്നും മാറ്ററല്ല, നീ എന്നെ കാണിച്ചുകൊണ്ടിരുന്നതും അത് ഏറ്റവും പിന്നെ അതിനകത്ത് ബെറ്റർ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്നലെ ട്രിഗർ ചെയ്തത് ആ ചെടീനെ നോക്ക്, അതിനെ നോക്കി നമുക്ക് പറയാം ട്രിഗർ ആയിക്കോളും എന്ന് ഗബ്രി പറഞ്ഞായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഇവനെ ഇടിക്കുന്നതിന് മുമ്പ് മറ്റേ ഒരു പ്രോപ്പർട്ടിയിൽ ഇടിച്ച് നശിപ്പിച്ചില്ലേ, അതിന് തൊട്ട് മുന്നേ ഇവനെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ചെടീനെ നോക്കി സംസാരിച്ച് കഴിഞ്ഞാൽ ട്രിഗർ ആയിക്കോളും, ആ മരത്തിനെ അതിനെപ്പറ്റി സംസാരിച്ചാൽ അത് കളിയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് ഗബ്രി പറഞ്ഞത് അതേപടി തന്നെ ഇന്ന് റോക്കി ഇവരുടെ അടുത്ത് വന്നു. നിങ്ങൾ അതിനെ നോക്കി സംസാരിച്ചു, ഇതിനെ നോക്കി സംസാരിച്ചു, എന്നെ ട്രിഗർ ചെയ്താണ് നിങ്ങൾ സംസാരിച്ചത്, എനിക്ക് അതൊന്നും ഞാൻ മറക്കത്തില്ല, അതെന്റെ ഫുൾ എന്റെ കൂടെ ഉണ്ടാവും. നീ അതുകൊണ്ട് ഇതിന്റെ പല നോക്കി പറഞ്ഞു. നമുക്കതിന് പേഴ്സണലി ഇഷ്ടം വരുന്ന റോക്കിയോടുള്ള ഫേവറേറ്റ് കൊണ്ടല്ല, ജാസ്മിനെ എത്ര വെറുപ്പായി. പേഴ്സണലി എല്ലാവർക്കും ജാസ്മിനോട് ഒരു വെറുപ്പ് വന്നിട്ടുണ്ട്. ഫൈറ്റ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ക്യൂട്ട് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ പവർ റൂം ടാസ്കിൽ ജിൻഡോ ജയിച്ച ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവത്തെ അവർ ജയിക്കുന്ന സമയത്ത് ഒരു സന്തോഷം തോന്നുന്നത്. അവർക്ക് പവർ റൂം അവർ ഡിസർവിങ്. ഒരു 3 പേരല്ലേ ഏട്ടാ, എത്ര രസമായിട്ടാണ് അവിടെ ഇരുന്നത്. ഒരു തന്നെ പറയുന്നുണ്ട്, ഒരു ഫേക്ക് ഗെയിമും ചെയ്യാതെ ഭയങ്കര ജെന്യൂനിറ്റി ആയിട്ട് അവന്റെ കരച്ചിലുണ്ടല്ലോ, അത് ഭയങ്കര രസമുള്ള കരച്ചിലാണ്. കാരണം എന്റെ അമ്മ അവനൊന്ന് ആലോചിച്ച് നോക്കാം, അത്രയും ഉള്ള അവനെ 17 പേരാണ് മണ്ടൻ എന്ന് പറയുന്നത്. മണ്ടനാണ് അല്ലാന്ന് പറയുന്നത്, പക്ഷെ എന്നാലും അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവനത് കൊണ്ടു എന്നുള്ളതേ ആ ജയിച്ചു കഴിഞ്ഞുള്ള അവന്റെ കരച്ചില്ലേ. എന്നിട്ട് ബിഗ് ബോസിനോട് പറയില്ലേ എന്നെ പൂവിടണം, കാരണം എന്താണ് എനിക്കൊന്ന് ലൈവിലും അവൻ ആരോട് പോയി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ പൂ ഇടുമെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം ആരോ പറയുന്നത് അത് മറ്റേ ശ്രീരേഖക്കാന്റെ ആദ്യം മറ്റേ കൺഫെഷൻ റൂമിൽ പോയപ്പോഴും മാത്രമേ ഈ പൂ ഇട്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അവൻ അത്രയ്ക്ക് ഇതാണ്, കാരണം അവന്റെ അമ്മ കാണത്തില്ലേ, എന്നെ ഇത്രയും പേര് ചേർന്ന് മണ്ടൻ എന്ന് വിളിച്ചത് എന്റെ അമ്മ കാണത്തില്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സംഭവം. പിന്നെ നിഷാന കഷ്ടപ്പെട്ട് പവർ റൂമിൽ കയറി അവളെയാണ് ആൾക്കാർ പറഞ്ഞ് ജയിലിലേക്ക് ഇട്ടത്. അതൊക്കെ എന്ത് ലോജിക്കാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവള് മത്സരിച്ച് ചെയ്ത് പവർ റൂം എടുത്തു, അവളെയും റസ്മിനെയാണ്. ഓക്കെ, റസ്മിനെ ഒന്നുമില്ലെങ്കിൽ ആ മറ്റേ ഇത് ചെയ്തതിന്റെ കുറ്റം എന്നെങ്കിലും പറയാം, പക്ഷെ ഇവളെന്തിനാണ് ജയിലിലേക്ക് അയച്ചതെന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അത് കോമണർ ആയി എന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത് ആ മറ്റേ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരു ബ്രെഡിന്റെ ഒരു സംഭവം ഇല്ലേ, അത് ഭയങ്കര രസമുള്ള ശ്രീധുവിന്റെയും അർജുന്റെ ഒക്കെ ഒരു ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് അതിൽ ഫീൽ ചെയ്തു. ചേട്ടാ ഇത് തന്നെ കേട്ടോ, എനിക്ക് പോലെയുള്ള പേഴ്സണൽ സ്റ്റോറി പറയാനുള്ള ടാസ്കുകളില് അർജുന്റെ സ്റ്റോറി ഒരു അടിപൊളിയായി. ബാക്കിയുള്ളവർ അവരുടെ ഫാമിലിയിൽ ഇങ്ങനെയായിരുന്നു, എന്റെ ഫാമിലിയിൽ അച്ഛൻ കുടിയനായിരുന്നു, അമ്മ ഇങ്ങനെയായിരുന്നു. ഇത് പേഴ്സണലി അർജുന്റെ കാര്യം മാത്രം അർജുൻ പറഞ്ഞിട്ടുള്ളൂ. അവൻ എങ്ങനെയായിരുന്നു മാത്രമല്ല അത് അതൊരു വലിയ സംഭവമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു സുഹൃത്ത് ഇപ്പം വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്ക്, ഒരു ഭയങ്കര വലിയൊരു എഴുത്തുകാരൻ അവൻ ഇനി ഒരുപാട് കഥ എഴുതാൻ നിൽക്കുന്ന സമയത്ത് അവൻ അൽഷൈമേഴ്സ് വന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അതായത് അവന്റെ ലൈഫ് എന്ന് പറയുന്നത് അവന്റെ മനസ്സാണ്, ആ മനസ്സില്ലാതാണ്. സെയിം രീതിയിലാണ് ഇത്. അവൻ ഒരു ബോഡി ബിൽഡർ ആണ്, ഒരു മോഡൽ ആവാൻ വേണ്ടി അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന, അവൻ ഒരു സെലിബ്രിറ്റി ആവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന അവന്റെ ബോഡി ഇല്ലാതാവുന്ന ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് ട്രോമയുടെ അങ്ങേ അറ്റമാണ്. പക്ഷെ ആ ട്രോമ അവൻ പ്രസന്റ് ചെയ്ത രീതി ആൾക്കാർക്ക് ഭയങ്കര റിലേറ്റ് ആവുന്ന രീതിയിൽ ഓവർ ഡ്രമാറ്റിക് അല്ലാതെ ഭയങ്കര ജെന്യൂനായി ഭയങ്കര സരസ്വമായി പറഞ്ഞ രീതി അതൊരു അപ്രീഷിയേറ്റബിൾ സാധനമാണ്. എന്നിട്ട് അവസാനം എടുത്തും പറഞ്ഞു എനിക്ക് ആരുടെയും സഹതാപമൊന്നും വേണ്ടെന്നുള്ള രീതിക്ക്. ഭയങ്കര രസമുള്ള സംഭവം. ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന ഒരു സംഭവം, അർജുൻ ഈസ് വൺ ഓഫ് ദ പവർഫുൾ കാൻഡിഡേറ്റ്. ഇന്നിപ്പോ ജിൻഡോ അർജുൻ അത് ഈ കാരണം പറഞ്ഞ അവനെ ജയിലിൽ ഇടാൻ വേണ്ടിട്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം മേ ബി. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെടാ, ഇപ്പൊ നമ്മൾ ഒരു നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാല് നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്ന ഒരു വ്യക്തി ഗബ്രി ആയിരിക്കും, പിന്നെ ഒന്ന് ജാസ്മിൻ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഗബ്രിയും ജാസ്മിനും ഇല്ലെങ്കിൽ കോണ്ടന്റ് ഇല്ല അതിനകത്ത്. അതായത് ഒരു ഇവൻ റോക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ഒരു പോസിറ്റീവ് ക്യാരക്ടറിലേക്ക് മാറിക്കഴിഞ്ഞു, മനസ്സിലായല്ലേ? ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു മാരക നെഗറ്റീവ് ക്യാരക്ടർ ഗബ്രി അതെ ഭയങ്കര നെഗറ്റീവ് ആണ്.
അല്ല ഞാൻ പറയുന്നത് ഗബ്രീനെ കവച്ചു വെക്കുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടർ വരണം വൈൽഡ് കാർഡായിട്ട്. അല്ലെങ്കിൽ 2 പോസിറ്റീവ് അവരുടെ ക്ലാഷ്. ഇത് ഗബ്രി കറക്റ്റ് നെഗറ്റീവ് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ജാസ്മിന്റെ ഈ പറയുന്ന പോലെ ഇഷ്ടമായിരുന്നു ഈ പറയുന്ന ഈ അച്ഛന്റെ കോള് വരുന്ന ആ മൊമെന്റ് വരെ. അവിടെ ആ തന്റെ അടുത്തും അങ്ങനെ വഴക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളും ആ റോക്കിയൊക്കെ സംസാരിച്ച് അത്രയും ഇതൊക്കെ വരുമ്പം ഓക്കെ സൂപ്പറാണ്. കാരണം നെഗറ്റീവ് ഒന്നും പറയാനില്ല. അവളുടെ ഇഷ്ടമാണ് ഗബ്രിയുടെ കൂടെ നിൽക്കണോ അല്ലെങ്കിൽ വേറെ ആരുടെ കൂടെ നിൽക്കണോ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനത്തെ കുറെ സംഭവം വരുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് ഫേക്ക് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അതങ്ങ് പോയി. നോക്കാം ഇനി എന്താണുള്ളത്. ഓക്കെ, ഇനിയിപ്പം നാളെ ലാലട്ടന്റെ എപ്പിസോഡ് അല്ലേ? ആര് പോവും? ഇപ്രാവശ്യം എനിക്ക് ലാലേറ്റിന്റെ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം, റോക്കിക്ക് കുറച്ച് കേൾക്കാനുണ്ട്. റോക്കിയുടെ ഒരു ഡിസിഷൻ പെൻഡിങ് ആണ്. റോക്കിയുടെ മറ്റേ എലിമിനേറ്റ് ചെയ്യണം എന്ന് വരെ എത്തിയ ഡിസ്കഷന്റെ ഇനി ബാക്കി ബിഗ് ബോസ് എടുത്തോളാം എന്ന് പറഞ്ഞ ആ ഡിസിഷൻ പെൻഡിങ് ആണ്. നാളെ ആയിരിക്കും ക്യാപ്റ്റൻസി ടാസ്ക് അല്ലേ? അവൻ ക്യാപ്റ്റൻസി ടാസ്കിലും വന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ എലിമിനേഷൻ കാണാൻ രസമായിരിക്കും. കാരണം വെച്ചാൽ ലേറ്റസ്റ്റ് വോട്ടിംഗ് പാറ്റേണിലും എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന നിഷാനാണ്. നിഷാൻ ഇപ്പോൾ ഓൾറെഡി പവർ റൂമിലും വന്നിട്ടുണ്ട്. അവിടെ ഒട്ടും എന്താ പറയുക ആക്റ്റീവ് അല്ലാത്ത സുരേഷ് എനിക്ക് തോന്നുന്നു നിഷാനെക്കാട്ടി വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 3 നിൽക്കുന്നത് ഒന്ന് റസ്മിനാണ്, അത് കഴിഞ്ഞ് സുരേഷാണ്, അത് കഴിഞ്ഞ് നിഷാനാണ്. ഏറ്റവും കൂടുതൽ വോട്ടായി നിൽക്കുന്നത് ഋഷിയാണ്. നിഷാൻ ആക്ച്വലി സംസാരിച്ചൊക്കെ ആക്റ്റീവായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. അല്ല അപ്പൊ അതല്ല ഞാൻ ആലോചിക്കുന്നത്, നിഷാന കൂടി പോയി കഴിഞ്ഞാൽ പവർ റൂമിൽ എത്ര പേരാ ഉള്ളത്? അല്ല 2 പേരാണോ? 2 പേര്. വേറെ ആരാ ആ ഗ്രൂപ്പിലല്ലോ? അല്ലല്ല. അപ്പം വേറെ അപ്പൊ ആരെങ്കിലും എടുക്കാം. മറ്റേത് 5 പേരുണ്ടായിരുന്നല്ലോ, അങ്ങനെയൊക്കെ വരുമോ? പവർ റൂമിന്റെ ഇനി അങ്ങോട്ടുള്ള ഡിസിഷൻസ് ഇറ്റ് വിൽ ബി റിയലി ഇൻട്രസ്റ്റിംഗ്. കാരണം ജിൻഡോ ആണ്, റസ്മിൻ ആണ്. റസ്മിൻ കുറച്ചുകൂടെ ക്രൂക്കഡ് ആണ്, ജിൻഡോ ഭയങ്കര നിഷ്കളങ്കനാണ്. എന്നാൽ ജിൻഡോ ഭയങ്കര ഇമോഷണൽ ആണ്. അല്ലല്ല, ജിൻഡോ അത്ര മണ്ടനാണെന്നല്ല, പെട്ടെന്ന് ഇപ്പം ചിലവരുണ്ടാവുമല്ലോ പെട്ടെന്ന് പ്രോസസ് ചെയ്ത്, എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് പ്രോസസ് ചെയ്ത് എടുക്കാൻ ഒരു ഇച്ചിരി കാലതാമസം വരും, അത്രേ ഉള്ളൂ. പെട്ടെന്ന് കിട്ടൂല. അങ്ങനത്തെ ഒരാളാണ് ജിൻഡോ. ഈ ജിൻഡോ ഒരു ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, എന്താ ഈ ഗബ്രിയോടും ജാസ്മിനോടും ചെന്ന് സംസാരിച്ചിട്ട് തിരിച്ചു പോകുമ്പം കണ്ണൊക്കെ അടയ്ക്കുന്നത്. എന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. മല്ലയ്യ ജെന്യൂൻ ആണ്. നോക്കാം നമുക്ക്. അതെ, ഞാൻ ജിൻഡോയ്ക്ക് ഒരു ദിവസം വോട്ട് ചെയ്തു. റോക്കിക്കാണോ ഡെവിൻ ഇത്രയും നാളും വോട്ട് ചെയ്തേ? അതെ ഒരു ദിവസം നോറയ്ക്ക് വോട്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ വോട്ട് കിട്ടാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്ന കുറച്ച് പേർക്ക് വോട്ട് ചെയ്തു. ഞാൻ നിഷാനയ്ക്ക് വോട്ട് ചെയ്തത്. ജിൻഡോയ്ക്ക് വോട്ടുണ്ടടാ. ജിൻഡോയ്ക്ക് താഴെയാണ് ഈ പറയുന്ന രശ്മിനും സുരേഷും നിഷാൻ. ഏറ്റവും താഴെ നിൽക്കുന്ന നിഷാനാണ്. നല്ല വോട്ട് കുറവാണ് നിഷാനയ്ക്ക്. ജിൻഡോയുടെ കുറെ സംഭവങ്ങൾ ഇറങ്ങുന്നുണ്ട് ഫേസ്ബുക്കിലെ ബിഗ് ബോസ് ഗ്രൂപ്പിലും. അവൻ വേറെ ഒന്നുമില്ല. അവന്റെ വായിന്ന് അറിയാതെ വന്ന കുറച്ച് സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാല് വേറെ ഇഷ്യൂസ് ഒന്നും അവൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അവനോട് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ കുറെ സംഭവങ്ങൾ ഉണ്ട് താനും. അവന്റെ ഡാൻസും ഭയങ്കര രസമായിരുന്നു അത്. ഓക്കെ, മല്ലയ്യയുടെ കാര്യവും ബാക്കി ആര് പുറത്തു മല്ലയുടെ കളികൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ.